നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം, നേടാനുള്ളത് സൗഭാഗ്യങ്ങളുടെ പെരുമഴയാണ്. പെരുമഴയാണെങ്കിലും 10 മിനിറ്റ് കൂടുതൽ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി നമ്മൾ വീഡിയോസ് എല്ലാം 10 മിനിറ്റിൽ ചുരുക്കിയാണ്. എനിവേ, ഇന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്, 2 വിവിധ വിഷയങ്ങൾ. ഓക്കെ, അതിനു മുമ്പ് ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഞങ്ങളുടെ ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആദ്യത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചുറ്റിനും ശ്രദ്ധിക്കുക, എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ വീട്ടിലായാലും എവിടെ ഇരുന്ന ഈ വീഡിയോ കാണുന്നെങ്കിലും നിങ്ങൾ ചുറ്റിനും ശ്രദ്ധിക്കുക, എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ ഈ വീഡിയോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഞങ്ങളോടൊപ്പം കൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഓക്കെ, മറ്റ് വീഡിയോകളിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മാസം ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്തായാലും 300 രൂപയോളം നമുക്ക് റീചാർജ് ചെയ്യാൻ വേണം എന്തായാലും. ഓക്കെ, അപ്പോൾ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭം, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അതായത് സാധാരണ നടക്കാത്ത സംഭവങ്ങൾ, നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു 2 മാസം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിനുള്ളിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ, പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയണം. അതായത് സൗഭാഗ്യമാണ് വന്നേക്കുന്നത്. സാധാരണ ഇപ്പോൾ മാസം ശമ്പളം കിട്ടുന്നതല്ലല്ലോ സൗഭാഗ്യം. എക്സ്ട്രാ ആയിട്ട് പണം മാത്രമല്ല, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നിരീക്ഷിക്കുക. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചാനലിലോടത്തോളം കാലം സബ്സ്ക്രിപ്ഷൻ തുടരുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതാണ്. ഭാഗ്യം വരാൻ നമ്മൾ വൃത്തിബോധം നിർബന്ധമായിട്ടും പാലിക്കുക. ദിവസം 2 നേരം കുളിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നഖം, നമ്മുടെ കൈവിരലിലെ നഖങ്ങൾ എപ്പോഴും വെട്ടി അത് കയ്യിലൊന്നും അഴുക്കുണ്ടാവരുത്. പറ്റുമെങ്കിൽ കൈ 2ഉം പ്രധാനമായിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. അത് സോപ്പ് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷർട്ട്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ തീർച്ചയായിട്ടും വൃത്തിയായിട്ട്, അതായത് ഒരു ദിവസം ഇട്ട വസ്ത്രം അടുത്ത ദിവസം ഇടരുത്. ഒരു ദിവസം ഇട്ട പാൻറ്റ് അല്ലെങ്കിൽ മറ്റ് വസ്ത്രങ്ങളെല്ലാം, അടിവസ്ത്രങ്ങളെല്ലാം തന്നെ ഒരിക്കലും 24 മണിക്കൂറിന് ശേഷം തീർച്ചയായിട്ടും അത് കഴുകുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ അയൺ ചെയ്ത് ഉപയോഗിക്കുക, അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ ഈശ്വരൻ തരുന്നെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നന്നായിട്ട് കുളിക്കുക, നഖം വെട്ടുക, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വയസ്സായവർക്ക് ഇച്ചിരിയൊക്കെ താടിയൊക്കെ വളർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ബാത്റൂം, ടോയ്ലറ്റ്. പലരും വിചാരിക്കുന്നത് അത്
ആഴ്ചയിൽ ഒരിക്കലൊക്കെ അങ്ങനല്ല, മറിച്ച് ഓരോ ദിവസവും ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട നിങ്ങളുടെ പറയുമ്പോൾ അരോചകമായിട്ട് തോന്നരുത്, ക്ലോസറ്റ് തന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഓരോ ഉപയോഗത്തിന് ശേഷവും അത് വാഷ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം നെഗറ്റീവ് എനർജി പൊതുവേ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ടോയ്ലറ്റൊക്കെ പ്രത്യേകമായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പുതിയതായിട്ട് വീട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും വീടിനോട് ചേർന്ന് തന്നെയാണ് അത് ടോയ്ലറ്റ് ഉള്ളത്. അത് തീർച്ചയായിട്ടും അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക തന്നെ ചെയ്യും. പക്ഷേ സംഭവം ഇപ്പോൾ ടോയ്ലറ്റ് പ്രത്യേകം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഏതാണ്ട് 99% വീടുകളും റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ വീടിനോട് ചേർന്ന്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ടോയ്ലറ്റ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോഷകരമാണെന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അത് പ്രായോഗികമായിട്ട് പലർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ടോയ്ലറ്റ് തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് അത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഓരോ ഉപയോഗത്തിന് ശേഷവും നന്നായിട്ട് വാഷ് ചെയ്യുക. ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ അത് സൂക്ഷിക്കുക തന്നെ ചെയ്യണം. പിന്നെ പൂജാമുറിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഏറ്റവും വൃത്തിയായിട്ട് അതെല്ലാവരും ഞാൻ പറയാതെ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ വീട്ടിനുള്ളിൽ പൂജാമുറിയും ടോയ്ലറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ അടുക്കള ഉൾപ്പെടെ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതായത് ഓരോ ഡിഷ് അടുക്കളയിലൊക്കെ ഓരോ ഡിഷ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ ഈ സ്റ്റൗവൊക്കെ വെച്ചേക്കുന്ന ഭാഗമുണ്ടല്ലോ അതെല്ലാം തുടച്ച് വൃത്തിയാക്കുക. ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതായത് ഓരോ മണിക്കൂറും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സംഭവമാണ് അടുക്കള എന്ന് പറയുന്നത്. അതും വളരെയധികം ശുചിയായിട്ട് നിർത്തുക. അതുപോലെ തന്നെ വീട്ടിലെ മറ്റ് റൂമുകളുമെല്ലാം എപ്പോഴും ശുദ്ധിയായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് നിർബന്ധമായിട്ടും വിരിച്ചിടുക. ഓക്കെ, അതുപോലെ തന്നെ വീടിന് പുറത്ത് കഴിവതും ഒരു പുല്ല് പോലും കിളിക്കാൻ സമ്മതിക്കരുത്. എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ദിവസവും കുറേശ്ശെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീടും പരിസരവും എല്ലാം, തുടക്കം നമ്മൾ ടോയ്ലറ്റിൽ നിന്നാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത്, ശരിയല്ലേ? അതായത് നമ്മൾ പ്രഭാത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷമാണ് നമ്മൾ പൂജാമുറിയിലോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കയറുന്നത് നമ്മുടെ ടോയ്ലറ്റിൽ തന്നെയാണ്. അപ്പോൾ ആ ടോയ്ലറ്റ് വേണം ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ. പ്രധാന കാരണം ഏറ്റവും നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ടോയ്ലറ്റ്. അപ്പോൾ അത് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നീട് തീർച്ചയായിട്ടും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കുക പൂജാമുറി. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അടുക്കളയിൽ കയറുമ്പോഴൊക്കെ ഏറ്റവും വീടും പരിസരവും സമ്പൂർണ്ണമായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം 10 മിനിറ്റായി. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാര്യം എല്ലാവർക്കും സമയക്കുറവാണ്, എല്ലാവരും തിരക്കിലാണ്, ഞാനും തിരക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് തീർച്ചയായിട്ടും ഭാഗ്യം ചാനൽ വീണ്ടും വരും. നിങ്ങളെല്ലാവർക്കും സൗഭാഗ്യങ്ങൾ തന്നിട്ടേ ഞങ്ങൾ പിൻവാങ്ങുന്നുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.